ഹായ് വ്യൂവേഴ്സ്, തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഈ ട്രിപ്പിൽ കാണാൻ പറ്റും. നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ കർണാടകയിലുള്ള തലക്കാവേരി ക്ഷേത്രത്തിലേക്കാണ്. ഈ റൂട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. നമുക്ക് ഫോറസ്റ്റിലൂടെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഇത് കണ്ടോ, ഇത് ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതുപോലെ ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഈ ഫോറസ്റ്റ് റൂട്ടിൽ കാണാൻ പറ്റും. നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല റൂട്ടാണ്. അടുത്തത് നോക്കൂ, ഇനി വരാൻ പോകുന്നത് ഏറ്റവും വലിയ ഈ വഴിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഇതുപോലെ രണ്ടോ മൂന്നോ വെള്ളച്ചാട്ടവും ചെറിയ വെള്ളച്ചാട്ടം ഒരു 8-10 അതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഈ വഴി പോകുമ്പോൾ കാണാൻ പറ്റും. അധികം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വനത്തിലൂടെ യാത്ര ചെയ്യാനായിരിക്കും. നല്ല പച്ചപ്പും വെള്ളച്ചാട്ടവും നീരൊഴുക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. വന്യജീവികൾ ഞങ്ങൾ കണ്ടത് ഈ കുരങ്ങന്മാരെ മാത്രമാണ്. ഇതാണ് അടുത്ത വെള്ളച്ചാട്ടം. ചെറിയൊരു നീരൊഴുക്ക് വെള്ളച്ചാട്ടം തന്നെ വേണമെങ്കിൽ പറയാം. ഒരു പ്രത്യേക വെള്ളച്ചാട്ടത്തിന് വേണ്ടി ഒരു ട്രിപ്പ് ഒരുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഈ വഴി പോയാൽ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടവും കാണാം, തലക്കാവേരി ക്ഷേത്രവും കാണാം. നല്ലൊരു ക്ഷേത്രം തന്നെയാണത്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ ക്ഷേത്രം. ഇതാ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി, ശ്രീ തലക്കാവേരി ടെമ്പിൾ. ഈ കാറ് വരുന്ന വഴിയിൽ ഗേറ്റിലൂടെ പോയാൽ നമുക്കൊരു പാർക്കിംഗ് ഏരിയ കിട്ടും. അവിടെ കാറ് പാർക്ക് ചെയ്ത് നമുക്ക് മുകളിലോട്ട് നടക്കാം. ആ സൈഡിലൂടെയൊക്കെ കാണുന്നത് റെയിൻ കോട്ട് വിൽക്കുന്ന ചെറിയ പെട്ടിക്കടകളാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗം, കുളമുള്ള ഒരു ഏരിയ. ഇവിടെ ക്യാമറ അലൗഡ് അല്ല എന്നാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. അവിടെ ഒരാൾ നിൽപ്പുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അയാളത് കാണാത്തത് കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് താഴ്ഭാഗം. മേലെ ഭാഗം നല്ല മഴയായത് കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മഴ കുറഞ്ഞപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ചെയ്യാൻ പറ്റി. ഇനി കാണാൻ പോകുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം. ഇതിൻ്റെ മുകൾ തട്ടിലാണ് മെയിനായിട്ടുള്ള ടെമ്പിൾ. അവിടെ ചെറിയ രീതിയിലൊക്കെ പൂജകളൊക്കെ നടക്കാറുണ്ട്. വഴിപാടും കാര്യങ്ങളൊന്നുമില്ല. പ്രസാദം ലഭിക്കും. ലഡ്ഡു ആണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. ലഡ്ഡു മാത്രമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ലഡ്ഡു മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതാ കാണുന്നതാണ് മെയിനായിട്ടുള്ള ടെമ്പിൾ. നല്ല മഴയാണ്, കൂടാതെ നല്ല തണുപ്പുമാണ്. ഞങ്ങൾ റെയിൻ കോട്ട് ഇട്ടിട്ട് തണുപ്പ് വിറച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. തണുപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അച്ചോ സ്വെറ്ററൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് തലക്കാവേരി ക്ഷേത്രം. നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പുമായി, നല്ലൊരു ടെമ്പിൾ അറ്റ്മോസ്ഫിയറുമായി. മഴയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അവിടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. താങ്ക് യു.